നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 തീയതിയാണ്. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ രാശിപ്പലകയിൽ തെളിഞ്ഞ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാനിനി പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു മാസം തന്നെയാകുന്നു. ഇവർ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് രേഖപ്പെടുത്തി വന്ദിക്കുക. ഭരണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യനിർവഹണം അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം. ഈ സമയം ചുമതലകൾ നിങ്ങൾക്ക് വർദ്ധിക്കുകയും അത് പല കാര്യങ്ങൾ കൊണ്ടും ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ധനലാഭം പതിവ് പോലെ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. പല കാര്യങ്ങൾക്കും പുനർശ്രമങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആവശ്യമായി വരികയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. സമീപനങ്ങൾ കൂടുതൽ ഉദാരമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കുകയും അത് ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ചില നിലപാടുകൾ തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് തയ്യാറെടുക്കേണ്ടതായി വരാം. യാത്രകൾ നടത്തേണ്ടതായി വരാം. കലാകാരന്മാർക്കും മികച്ച അവസരങ്ങൾ തന്നെ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ കലാകാരന്മാർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. പരാശ്രയത്വം പല കാര്യങ്ങളിലും വേണ്ടി വരുന്നതാണ്. ചില കാര്യങ്ങളിൽ മനക്ലേശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എതിർപ്പുകൾ പല കാര്യങ്ങളിൽ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയായി മാറും. ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില തിരിച്ചടികൾ, ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കടുംപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. കാര്യങ്ങൾ ഭംഗിയായി തന്നെ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കും. മികച്ച ഏകോപനത്തോടെ തന്നെ പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സമാധാനം വന്നു ചേരാം. ലഭിക്കേണ്ടതായ പിന്തുണ ലഭിക്കുകയും അത് പല കാര്യങ്ങളിലും അനുകൂലമായി തീരുകയും ചെയ്യാം. കടബാധ്യതകളാണ് എങ്കിലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക, കുടുംബ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും താല്പര്യം കുറയുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. കർമ്മ കുശലതയും ഏകോപനവും പ്രകടമാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധു സഹായം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായ യാത്രകൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക, പൂർത്തീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ സമയം എതിർപ്പുകളെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമായി മാറാം. പൊതുവിൽ ഈ സമയം അനുകൂലം തന്നെയാണ്. എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇവർ പ്രത്യേകിച്ചും പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും അതോടൊപ്പം പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും സാധിക്കുമെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേര് നടത്തുന്നതും കാര്യങ്ങൾ ശുഭകരമാക്കി തീർക്കും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. പ്രവർത്തന മേഖലകളിലെ ഉദാസീനത നീങ്ങുന്നതായ സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കാം. തൊഴിൽ മേഖല അല്ലെങ്കിൽ ചെയ്യുന്നതായ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് പുഷ്ടിപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
പല മാറ്റങ്ങളും കൊണ്ടുവരികയും അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. വായ്പാ സഹായം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. പഠനത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവസാന നിമിഷമാണ് എങ്കിലും വന്നു ചേരാം. തടസ്സപ്പെട്ടിരുന്നതായ യാത്രകൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കല, സാഹിത്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല വഴികളിലൂടെയും ധനാഗമം വന്ന് ചേരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായി തീരാം. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കുക, സമ്മാനങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ചില നിർദ്ദേശങ്ങൾ മറ്റുള്ളവരുടെ അപ്രായോഗികമായി അനുഭവപ്പെടുകയും അത് തുറന്നു പറയുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ അലസരാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് പോകാത്തതിനാൽ വിഷമങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് വളരെയധികം പ്രയത്നിക്കുന്നതിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യസാധ്യം വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് വിജയിക്കുവാൻ സാധിക്കും. കുടുംബത്തിനൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ നെയ്വിളക്കും അതോടൊപ്പം ഭാഗ്യസൂക്തവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ അല്പം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാം. എന്നാൽ ചില കാര്യങ്ങളിൽ അലച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ ഉയരുന്നതായ വെല്ലുവിളികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടേതാണ് എങ്കിലും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂല നടപടികൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുകയോ ധനം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. ആരോഗ്യ കാര്യത്തിൽ അലംഭാവം പാടില്ല എന്ന കാര്യം ഓർക്കണം. ലക്ഷ്യം നേടുവാൻ സാധിക്കും. അധികാരികൾ വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിച്ചു എന്ന് വരാം. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രണയികൾക്കും അനുകൂലം തന്നെയാണ്. പല വിധത്തിലും സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുക, തിരികെ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം എതിർപ്പുകളെ പരാജയപ്പെടുത്തി മുന്നേറുവാൻ സാധിക്കും. ആരോഗ്യപരമായി കരുതൽ ഉണ്ടാകേണ്ടതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഘു ഊർജം കൊണ്ട് തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ധനലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രണയ ജീവിതം അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തി അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലിയും അതോടൊപ്പം കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം പ്രശ്നവശാൽ അനുകൂലമാണ് എന്ന് കാണുന്നു. പല രീതിയിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാവി സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. തൊഴിൽ മാറ്റവുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. പല കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾ വന്നു ചേരാം. ന്യായമായ പരിഗണന ലഭിക്കാവുന്ന സമയമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനക്ലേശങ്ങൾ വന്നു ചേരാം. പെട്ടെന്ന് പണം എടുക്കാനില്ലാത്തതായ സാഹചര്യം വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സമാധാനം വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ ലഭിക്കാം. അത് കൃത്യമായി തന്നെ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ അലോസരം, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയം കാണുകയും ചെയ്യാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നേട്ടങ്ങൾ അല്പം വർദ്ധിക്കാവുന്നതാണ്. അധികാരത്തിന് ഇളക്കമുണ്ടാകില്ല എന്നുള്ളതാണ്. തൊഴിൽ തേടുന്നവർക്കും സാഹചര്യം അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അധ്വാനം വിലമതിക്കപ്പെടുന്നതായി മാറാം.
നവസംരംഭങ്ങളിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഉണ്ടായിരിക്കുന്നതായ പല വെല്ലുവിളികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യസിദ്ധിക്ക് അനുകൂലമായ സമയം തന്നെയാണ്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ക്ഷോഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. വരവും ചെലവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും അതോടൊപ്പം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ മുന്നേറ്റങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ്. പ്രയത്നങ്ങൾ ഫലം കാണും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷണം നേട്ടത്തിൽ കലാശിക്കാം. കർമ്മരംഗത്ത് അധികാരം സ്ഥാപിക്കുവാൻ സാധിക്കും. സംരംഭകർക്കും അനുകൂലമായ ഫലങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിച്ചു എന്ന് വരാം. കാരണം സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. പഠനത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. കലാപ്രവർത്തകർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാം. സമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അനുഭവിക്കുന്നതായ തടസ്സങ്ങളിൽ ചിലതെങ്കിലും മാറിക്കിട്ടുന്ന സമയമാകുന്നു. വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അത് സന്താനങ്ങളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടുകയും നറുക്കെടുപ്പ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ക്ഷോഭത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. യാത്രകളിൽ അല്പം കരുതൽ വേണ്ട സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കണം. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ ആരാധിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ പല വഴികളും നിങ്ങളെ തേടിയെത്താം. നവീകരണം വീടുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. തന്ത്രങ്ങൾ കൃത്യമായി തന്നെ പ്രയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി മുഷിയേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജോലിഭാരം അധികരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ചുമതലകൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യ തടസ്സങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രായോഗിക ബുദ്ധിയാൽ തന്നെ പല കാര്യങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബസമേതം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കും. സൗഹൃദം അനുകൂലമായി തീരാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാവി സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും പരിഗണന ലഭിച്ചു എന്ന് വരാം. ഈ സമയം പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം സമാധാനം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, സന്തോഷം വന്നു ചേരുക, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ശ്രീകൃഷ്ണ ഭഗവാന് ഈ സമയം പാൽപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രധാനമായും ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ സഞ്ചരിക്കേണ്ടതായി വരും. പരാശ്രയത്വം പല കാര്യങ്ങളിലും വേണ്ട സമയം കൂടിയാണ് ഇത്. ഈ സമയം ചില കാര്യങ്ങളിൽ നിർബന്ധപൂർവം ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. കാര്യസാധ്യം വന്ന് ചേരാവുന്നതായ സമയം തന്നെയാകുന്നു. സ്വന്തം കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മേലധികാരികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം വലയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും മങ്ങി എന്ന് വിചാരിച്ചാൽ പോലും ആ കാര്യങ്ങൾ വീണ്ടും അനുകൂലമായി പ്രത്യക്ഷപ്പെടാവുന്നതാണ്.
മനസ്സിന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്നദ്ധയും ഉണർവും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യനിർവഹണത്തിലെ ആലസ്യം ഒഴിവാക്കുവാൻ സാധിക്കും. പുതിയ പദവികൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. വായ്പകൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതായത് വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങളാണ് എങ്കിലും കണ്ടറിഞ്ഞ് നിവർത്തിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം പിണങ്ങിപ്പോയതായ ബന്ധങ്ങൾ വീണ്ടും തുന്നിച്ചേർക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് എങ്കിലും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ലാഭം വന്നു ചേരാം. സഹായങ്ങൾ ലഭിക്കാവുന്ന ഒരു മാസം കൂടിയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാലയും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രത്യേകിച്ചും ഉയർച്ച വന്ന് ചേരുന്ന സമയമായി തീരാം. പല കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ആവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അധ്വാനം വിലമതിക്കുന്നതായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ആത്മാർത്ഥമായ ശ്രമങ്ങൾ വിജയം കാണാം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ഭൂമി വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അനുകൂലമായി തീരും എങ്കിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ശുഭവാർത്തകൾ തേടിയെത്താവുന്നതാണ്. പല കാര്യങ്ങളിലും ഉണർവ് പ്രകടമാകുന്ന സമയമാണ്. ചുമതലകൾ സത്യസന്ധതയോടെ നിർവഹിക്കുവാൻ സാധിക്കും. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണാവുന്നതുമാണ്. വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. കർമ്മരംഗത്തെ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഉണർവോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ ചില വിഷമതകൾ വന്നു ചേരും എങ്കിലും തരണം ചെയ്യാൻ സാധിക്കും. കാര്യാലോചനകളിൽ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കാര്യവിളംബം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ സഹായങ്ങൾ ലഭിക്കാവുന്നതായ സമയമാണ്. കൂടാതെ പലരുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും എന്താകും എന്നാലോചിച്ചുള്ള ചിന്തകൾ, ഉറക്കമില്ലാത്തതായ അവസ്ഥകൾക്ക് അല്പം മാറ്റമെങ്കിലും വന്നു ചേരാം. പല കാര്യങ്ങളിലും സ്വീകാര്യത ലഭിക്കാം. അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതായ സമയമാണ്. തന്ത്രങ്ങൾ കൃത്യമായി തന്നെ പ്രയോഗിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഉണ്ടായിരിക്കുന്നതായ ക്ലേശങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ആലസ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിക്കും. പ്രശ്നവശാൽ ഈ നാളുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാണ്. പറഞ്ഞിരിക്കുന്നതായ ആ വഴിപാടുകൾ നടത്തി തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോവുക. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ട മാസം തന്നെയാണ്.